കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്രീ എക്ലാംസിയ സ്റ്റേജ് വന്ന് എൻ്റെ ബേബി മരിച്ചു പോയിരുന്നു. പിന്നെ അതിനുശേഷമാണ് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ വഴിയാണ് ഞാൻ ഈ ഹോസ്പിറ്റലിനെ കുറിച്ചും ബർസല മേഡത്തെ കുറിച്ചൊക്കെ അറിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് മേഡത്തെ കണ്ടപ്പോൾ മേഡം എന്നോട് ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ അതിലേക്ക് ഞാൻ ബേബി തന്നെ തരും, പിന്നെ വേറൊരു പ്രശ്നം അതിലേക്ക് ഉണ്ടാകില്ലെന്ന് പറഞ്ഞു. അപ്പം ആദ്യത്തെ മാസം തൊട്ട് മേഡം എനിക്ക് BP വരാതിരിക്കാനുള്ള ടാബ്ലറ്റ്സും കാര്യങ്ങളും എല്ലാം തന്നെ ഒരുപാട് കെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അവസാന സ്റ്റേജ് വന്നപ്പോഴത്തേക്കും ഒരു 35 വീക്ക് ആയപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്നൊരു കഫിൻ്റെ പ്രശ്നം വന്ന് അതൊരു ശ്വാസം മുട്ടലൊക്കെ ആയി. അങ്ങനെ ഞങ്ങളിവിടെ വന്നപ്പം എനിക്ക് പെട്ടെന്ന് CS ചെയ്യേണ്ട ഒരു ഘട്ടം വന്ന് CS ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻ ആ സമയത്ത് ഉണ്ടായി. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, എനിക്കൊരു ജന്നി വരുന്ന പോലെ ഒരു ഇതൊക്കെ ഉണ്ടായി. ആ സമയത്ത് ഡോക്ടർമാരും റെജീന മേഡവും ബർസല മേഡവും ഒരുമിച്ച് നിന്ന് അവിടുത്തെ മൊത്തം OT-യിലെ സ്റ്റാഫായാലും എല്ലാവരും മെഡിക്കലിലെ മൊത്തം ആളുകളും ചേർന്ന് എനിക്ക് വളരെ നല്ല രീതിയിലായിട്ട് എൻ്റെ കുഞ്ഞിനെ പുറത്തെടുത്ത് തന്നു. പിന്നെന്ന് വെച്ചാൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നു പോയത്. ഞാൻ വളരെ ഒരുപാട് നന്ദി പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മോശ സമയത്തിലൂടെ ഞാനിപ്പോൾ കടന്നു പോയത്. ഇപ്പം ഞാനും എൻ്റെ കുഞ്ഞും സേഫായിട്ട് ഇരിക്കുന്നെങ്കിൽ ഈ ഹോസ്പിറ്റലും ഈ ഡോക്ടറും ബർസല മേഡവും റെജീന മേഡം ആയാലും ബാക്കി എല്ലാവരും ചേർന്നിട്ടാണ് ഞങ്ങൾക്ക് ഈ ജീവിതം തന്നെ തിരിച്ചു തന്നത്. ഞാൻ അത്രയ്ക്ക് വളരെ ഭീകരമായ ഒരു കണ്ടീഷനിലൂടെയാണ് പുറത്ത് പോയത്. ഇപ്പം ഞാനിങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ ഡോക്ടറിന് മാത്രമാണ് ഞാൻ നന്ദി പറയുന്നത്. എൻ്റെ ജീവൻ തന്നൊരു മാലാഖയാണ് എൻ്റെ ബർസല മേഡം. എനിക്ക് വളരെ സന്തോഷമാണ് ഈ ജീവിതം തന്നെ ഞങ്ങൾക്ക് തിരിച്ചു തന്നതും ഞങ്ങൾക്ക് ഈ കുഞ്ഞിന് ഈ 35 വീക്സിൽ ഈ കുഞ്ഞിനെ ഇത്ര കണ്ടീഷനോടെ ഞങ്ങൾക്ക് തിരിച്ചു തന്നത്. മെഡിട്രീന ഹോസ്പിറ്റലാണ് ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം തന്നത്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യലി പറയേണ്ട 2 സിസ്റ്റർമാരുണ്ട്, KG സിസ്റ്റർ, മിനി സിസ്റ്റർ, പിന്നെ ലേബർ റൂമിൽ നിൽക്കുന്ന ഗീഫ് സിസ്റ്റർ, പിന്നെ ICUയിലെ സിസ്റ്റർമാരായാലും എല്ലാവരും വളരെ നല്ല കെയറിങ്ങാണ് ഞങ്ങൾക്ക് തന്നത്. ഈ സിസ്റ്റർമാരാണ് ആദ്യമേ ഞങ്ങൾക്ക് ബർസല മേഡത്തെ പരിചയപ്പെടുത്തി തന്നത്. മെഡിട്രീന ഹോസ്പിറ്റലിൽ എൻ്റെ കുഞ്ഞിൻ്റെയും ജീവൻ തന്നെ ഞങ്ങൾക്കൊരു പുതിയൊരു ജീവിതവും ഞങ്ങൾക്ക് തിരിച്ചു നൽകി. അതുകൊണ്ട് ഈ ഹോസ്പിറ്റൽ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായിട്ട് നിൽക്കുന്നു. ഇനിയും ഞങ്ങൾക്കറിയാവുന്ന ആളുകളോട് സജസ്റ്റ് ചെയ്യും ഇപ്പം ഈ ഹോസ്പിറ്റലിനെ കുറിച്ച്, ഇവിടുത്തെ ഡോക്ടേഴ്സിനെ കുറിച്ച്.